നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവേഗപ്പുറ അഞ്ചുമൂല റോഡിന്റെ നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത കരാറുകാരനെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിലും അതും അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടതായും MLA പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന തിരുവേഗപ്പുറ അഞ്ചുമൂല റോഡ് നബാർഡ് ധനസഹായത്തോടെയാണ് നവീകരിക്കുന്നത്. 2021 പ്രവൃത്തികൾ തുടങ്ങിയത്. എന്നാൽ ഇതുവരെയും റോഡിന്റെ നവീകരണം പൂർത്തിയാക്കാനായിട്ടില്ല. പലതവണ കരാറുകാരന് നോട്ടീസ് നൽകിയതാണ്. നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കരാറുകാരനെതിരെ നടപടിയെടുക്കുവാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിലെ കരാർ റദ്ദാക്കി പുതിയ ടെൻഡർ നടപടികൾ സ്വീകരിക്കാനാണ് ആലോചിക്കുന്നതെന്നും മുഹമ്മദ് മുഹസിൻ MLA താലൂക്ക് വികസന സമിതി യോഗത്തിൽ വ്യക്തമാക്കി. പ്രധാനപ്പെട്ട കാര്യം തിരുവേഗപ്പുറ അഞ്ചുമൂല റോഡ് നേരത്തെയൊക്കെ പറഞ്ഞതാണ്. വളരെ അവൾ ഫണ്ട് അനുവദിച്ചു, നബാർഡിന്റെ ഫണ്ടായിരുന്നു. ഫണ്ട് അനുവദിച്ച് ആദ്യഘട്ടം കരാറുകാർ വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം പൈപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു, അത് സോൾവ് ചെയ്തു. പൈപ്പിന്റെ റീസ്റ്റോറേഷൻ വർക്കും അവർ ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കി വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ കരാറുകാരൻ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. നീട്ടിക്കൊണ്ടതിന് മാത്രമല്ല, ആ ഫണ്ടിന്റെ കാലാവധിയുടെ സമയം കൊണ്ട് തീർക്കാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ കരാറുകാരനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരാണോ വീഴ്ച വരുത്തിക്കുന്നത് അവർക്കും എതിരെ നടപടി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ നോട്ടീസ് കഴിഞ്ഞ വികസന സമിതിക്ക് ശേഷം കൊടുത്തിരുന്നു. അപ്പോൾ കരാറുകാരൻ ബോധപൂർവം വീഴ്ച വരുത്തിയതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിന്റെ ഭാഗമായിട്ട് കരാറുകാരനെ നടപടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കരാറുകാരനെ നടപടി എടുക്കുന്നതോടൊപ്പം തന്നെ ഗവൺമെന്റ് മറ്റൊരു തരത്തിൽ റീകൺട്രോൾ ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കരാറുകാരന്റെ അപ്പീൽ പോയിട്ടുണ്ട്. എന്നിരുന്നാലും കരാറുകാരൻ സമയബന്ധിതമായി ചെയ്യാത്തതുകൊണ്ട് വന്ന വീഴ്ചയാണ്. നമ്മൾ ഫണ്ട് അനുവദിച്ച എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും അനന്തമായി നീട്ടിക്കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കരാറുകാരനെ മിക്കവാറും ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അതല്ലെങ്കിൽ കാരണം കാണിക്കുന്ന പറഞ്ഞപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആ നടപടി മാറ്റുകയാണെങ്കിൽ കരാറുകാരൻ സ്വന്തം കയ്യിൽ നിന്ന് അടിച്ച് നഷ്ടം വരുത്തുകയും കൂടെ ചെയ്ത് തീർക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ നിലവിൽ അവരുടെ സ്റ്റേജിൽ എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിക്കും. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ റോഡ് നവീകരണം പുരോഗമിച്ചു വരികയാണ്. വാടാനക്കുറിശി മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുള്ള അപ്രോച്ച് റോഡിന്റെ കാര്യത്തിലും ഉടൻ തീരുമാനമാകുമെന്നും MLA പറഞ്ഞു. പട്ടാമ്പി ടൗണിൽ നവീകരണം ആരംഭിക്കണമെങ്കിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി സൂചിപ്പിച്ചു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് സർവേ നടത്തിയിട്ടുണ്ട്. കാരണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിന് കയ്യേറ്റുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒഴിപ്പിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് വാട്ടർ അതോറിറ്റി അത് പണി നടത്താൻ പറ്റുള്ളൂ. വാട്ടർ അതോറിറ്റി പണി കഴിഞ്ഞാലാണ് നമുക്ക് റോഡ് പണി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു തടസ്സം കൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് വർക്ക് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതൊന്ന് സർവേ നടത്തി തന്നെ എൻഫോഴ്സ്മെന്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് തന്നാലാണ് നമുക്ക് വാട്ടർ അതോറിറ്റിക്ക് പണി തുടങ്ങാൻ പറ്റുള്ളൂ. കുളപ്പുള്ളി റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. വാടാനംകുശിയിൽ വലിയ ദുരിതമാണ് ഇതുമായി ഉണ്ടാക്കുന്നതെന്നും ആക്ഷേപമുയർന്നു. വിളയൂർ പഞ്ചായത്തിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കുവാൻ അടിയന്തര നടപടി വേണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിന്റെ മുന്നിലാണ് വലിയൊരു പൈപ്പ് പൊട്ടിയിട്ട് 2 ദിവസം, പക്ഷെ 2 ദിവസം അങ്ങനെ വെള്ളം പോയി. ഇപ്പോൾ അത് ഫേസ്ബുക്കിൽ വാട്സാപ്പിലൊക്കെ വന്ന് നമ്മൾ വിളിച്ച് പറയാനിട്ടല്ല, പക്ഷെ അതിന്റെ ചെറിയൊരു പൈസ വന്നെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് പണം നൽകുകയാണ്. പിന്നെയാണെങ്കിൽ ഇപ്പോൾ വെള്ളമില്ല, നമുക്കത് മനസ്സിലാവും. കാരണം 2 താഴ്ചയിലാണ് ആ പൈപ്പ് പോണത്. JCB വേണം, ഒക്കെ അറിയാം. പക്ഷെ എങ്കിലും അത് പെട്ടെന്ന് ശരിയാക്കിയിട്ടില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. ലഹരി മാഫിയക്കെതിരെ കർശന നടപടി വേണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ഓർമ്മപ്പെടുത്തി. പകർച്ചവ്യാധികൾ തടയാനാവശ്യമായ മുൻകരുതലുകൾ ഇപ്പോൾ തന്നെ സ്വീകരിക്കണമെന്നും ചെയർപേഴ്സൺ ഓർമ്മപ്പെടുത്തി. ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട വിഷയം, ഭൂമി തരം മാറ്റൽ തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. മുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C മുകേഷ്, തഹസിൽദാർ ഗിരിജാദേവി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു.
പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച വാടാനംകുറിശ്ശിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പട്ടാമ്പി നിളാശുപത്രി മുതൽ കുളപ്പുള്ളി IPT വരെയുള്ള പാതയിലെ ടാറിംഗ് പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വാടാനംകുറിശ്ശി റെവിൽ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വാടാനംകുറിശ്ശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും പ്രകടനവും സംഘടിപ്പിച്ചത്. വാടാനംകുറിശ്ശി മലബാർ സോമിൽ പരിസരത്ത് നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പ്രദേശവാസികൾ നേരിടുന്ന ദുരിതം വിവരിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് യോഗം ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ഈ പാലം പണി 90%, 95% പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ പണി തുടങ്ങാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അശാസ്ത്രീയമായ ഒരു റോഡ് നിർമ്മാണമാണ് നടക്കുന്നത്. ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം നടക്കുമ്പോൾ ജനപ്രതിനിധിക്ക് എന്താണ് പറയാനുള്ളത്? 3.5 വർഷം കഴിഞ്ഞു ഈ പട്ടാമ്പി മുതൽ ഒരു പക്ഷേ ഈ കുളപ്പുള്ളി ഈ വാടാനംകുറിശ്ശി വരെയുള്ള റോഡിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 100 മീറ്റർ ഒന്ന് റോഡ് ടാർ ചെയ്യുമ്പോൾ വന്ന് ഫോട്ടോ എടുക്കുന്ന പണിയല്ലാതെ വേറെന്ത് പണിയുണ്ട് ഈ പട്ടാമ്പിയുടെ പ്രിയപ്പെട്ട MLAക്ക് എന്ന ചോദ്യമാണ് ചോദിക്കാനുള്ളത്. എത്ര കാലമായോ എന്നാണ് ഇതിന് ശാപമോശം ഉണ്ടാകുന്നത്? എത്ര കാലമായി ഈ പട്ടാമ്പിയിൽ കേരളത്തിലേക്ക് വരും? കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ. വാടാനംകുറിശ്ശി മണ്ഡലം പ്രസിഡന്റ് P രൂപേഷ് അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഓങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് EP യൂസഫ്, അസീസ് പട്ടാമ്പി, TT സലീം, PK അബൂബക്കർ സിദ്ദീഖ്, CP ബാബു, A ശ്രീനിവാസൻ, CT അസീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗവും വ്യാപാരി സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിരുന്ന മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായ വിതരണവും കൂറ്റനാട് വാവന്നൂരിൽ നടന്നു. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഇതുവരെ വ്യാപാരി സമൂഹത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച ഇവിടെ ബാബു പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ ഉള്ള കാരണം പാലക്കാട്ട് നിന്നുള്ള വ്യാപാരികളുടെ ഇടപെടലാണ് എന്ന് എനിക്ക് നിശ്ചയിച്ചു പറയാം. കാരണം നിങ്ങളാണ് ഇതെല്ലാം ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നുള്ളവരാണ്. നിങ്ങളുടെ സംഘടന എന്ന നിലയിൽ ഞാൻ പറഞ്ഞില്ല, ഇവരെല്ലാം എനിക്ക് പല നിലയിൽ അടുപ്പുള്ളവരാണ്. പഠിക്കുന്ന കാലം മുതൽ അടുപ്പമുള്ള ആളുകൾ. ബാബുവൊക്കെ അന്ന് മുതൽ ഉള്ള പരിചയമാണ്. പല നിലയിൽ എത്രയോ കാലമായിട്ട് MP ആയിരുന്നപ്പോൾ മുതൽ ഒക്കെ. ഇവിടെ മാത്രമല്ല, അവിടേക്ക് നോക്കിയാലും അനേകം പേരുണ്ട്. ചടങ്ങിൽ 3 വ്യാപാരി കുടുംബങ്ങൾക്ക് 30 ലക്ഷം രൂപ നൽകി ഏകോപന സമിതിയുടെ ബി സപ്പോർട്ട് ക്ഷേമ പദ്ധതിക്ക് മന്ത്രി MP രാജേഷ് ചെക്ക് കൈമാറി തുടക്കം കുറിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് റിപ്പോർട്ടും ജില്ലാ ട്രഷറർ KK ഹരിദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തൃത്താല മണ്ഡലം പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ KR ബാലൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി വ്യാപാരികളും ജില്ലാ കൌൺസിൽ അംഗങ്ങളുമായി 800ഓളം പേർ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, തൃത്താല. ഉജ്ജ്വല ബാല്യ പുരസ്കാരത്തിന് അർഹനായി പട്ടാമ്പി GMLP സ്കൂളിലെ നീരവ്. ചിത്രരചനയിലെ പ്രാവീണ്യത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരത്തിനാണ് നീരവ് S ഗണേഷ് അർഹനായിരിക്കുന്നത്. നീരവിന്റെ ചിത്രകലയിലെ മികവിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 3 വയസ്സ് മുതൽ ചിത്രം വരച്ചു തുടങ്ങിയ നീരവ് ഇതിനകം 6000ഓളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ലോക ജലദിനത്തിൽ 6 അടി നീളത്തിൽ നീരവ് വരച്ച ചിത്രം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഭാരതപ്പുഴയെ അടിസ്ഥാനമാക്കി 20ഓളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇതിൽ ജലാശയവുമായി ബന്ധപ്പെട്ട് 500ഓളം ചിത്രങ്ങളുണ്ട്. അവധി ദിവസങ്ങളിലും മറ്റും ഭാരതപ്പുഴയിൽ തീരത്തിലൂടെയുള്ള നടത്തവും മറ്റുമാണ് ജലാശയ ചിത്രവുമായി മാറിയതെന്ന് നീരവ് പറഞ്ഞു. പട്ടാമ്പി GMLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നീരവ്. നീരവിന് ഉജ്ജ്വല ബാല്യ പുരസ്കാരം ലഭിച്ചതോടെ വിദ്യാലയവും വലിയ ആഹ്ലാദത്തിലാണ്. നീരവിന് ലഭിച്ച അംഗീകാരം സ്കൂളിന് കൂടിയുള്ള അംഗീകാരമാണെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക റംലത്തും നീരവിന്റെ ക്ലാസ് ടീച്ചർ സൈറബാനുവും സൂചിപ്പിച്ചു. 9 വയസ്സായ മോനാണ്. അവന് ചെറുപ്രായത്തിൽ തന്നെ 6000ഓളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ പ്രീ പ്രൈമറി മുതൽ ഈ മോന് ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഈ മോന് പറഞ്ഞാൽ ഒരു ലാളിത്യത്തിൻ്റെ പ്രതീകമാണ്. അവൻ വരയ്ക്കുന്ന ഓരോ ചിത്രത്തിലും ഓരോ കഥയുണ്ട് എന്നാണ് അവൻ പറയുന്നത്. എന്നാലും നല്ലൊരു മോന് ലോക ചരിത്രത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ചിത്രകലാകാരനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ ഇത്രയേറെ 6000-ത്തിലധികം ചിത്രങ്ങളാണ് നീരവ് വരച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഈ സ്കൂളിലെ പ്രവേശനോത്സവത്തിൻ്റെ അന്ന് തന്നെ നീരവിൻ്റെ ഒരു ചിത്ര പ്രദർശനത്തോടു കൂടിയാണ് ഞങ്ങൾ തുടങ്ങിയത്. കൂടാതെ നീരവിന് ഒരുപാട് പുരസ്കാരങ്ങളും 11 തരം പുരസ്കാരങ്ങളും ഈ ചെറുപ്രായത്തിൽ തന്നെ നീരവിന് ലഭിച്ചിട്ടുണ്ട്. ദേശീയ പുരസ്കാരം വരെ കഴിഞ്ഞ ദിവസം ഒരു ജലാശയം എന്ന ചിത്രത്തിന് നീരവിന് ദേശീയ പുരസ്കാരം ലഭിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് നീരവിന് കിട്ടിയ ഈ അവാർഡിൽ. ഇപ്പോൾ ഇതാ ഉജ്ജ്വല ബാല്യം, അതിനും അർഹനായി നമ്മുടെ നീരവ്. ബാലസാഹിത്യകാരൻ ഗണേഷ് വേലാൻഡിയുടെയും റവന്യൂ ജീവനക്കാരി സുനിതയുടെയും മകനാണ് നീരവ്. ഋഷികേശ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് ആർട്ട് ആൻഡ് കൾച്ചറൽ കുട്ടികൾക്ക് വേണ്ടി നൽകി വരുന്ന ചിത്രകലാ പുരസ്കാരം നീരവ് വരച്ച ജലാശയം എന്ന ചിത്രത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പെയാണ് ലഭിച്ചത്. പട്ടാമ്പി GMLP സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നീരജിന്റെ ആദ്യ ചിത്ര പ്രദർശനം നടന്നത്. പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ 11ഓളം പ്രദർശനങ്ങൾ നടന്നു. 2 ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 60ഓളം അംഗീകാരങ്ങൾ ഈ ബാലചിത്രകാരനെ തേടിയെത്തിയിട്ടുണ്ട്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ കുട്ടികളുടെ ചിത്ര പ്രദർശനം കൊച്ചി ബിനാലിനെ പ്രദർശിച്ചപ്പോൾ നീരവിന്റെ കറുത്ത നഗരം വലിയ ചർച്ച ചെയ്യപ്പെട്ടതുകൂടിയാണ്. തമിഴ്നാട്ടിലെ കാവേരി നദീതടങ്ങളിൽ വിളയുന്ന ജീരകച്ചെമ്പ നെല്ലിന് ചാലിശ്ശേരിയിലെ പാടത്തും സമൃദ്ധമായ വിളവ്. ചാലിശ്ശേരി പെരുമണ്ണൂരിലെ കർഷകനായ KS രാജേന്ദ്രനും ഭാര്യ സുജാതയുമാണ് ജീരകച്ചെമ്പയെ ചാലിശ്ശേരിയിലെ കൃഷിയിടത്തിലെത്തിച്ചത്. വ്യത്യസ്തമായ കൃഷിരീതികളെക്കുറിച്ച് അറിയാനുള്ള യാത്രക്കിടയിലാണ് തഞ്ചാവൂരിലെ നെൽപ്പാടങ്ങളിൽ വിളയുന്ന ജീരകച്ചെമ്പ നെല്ലിനത്തെക്കുറിച്ച് അറിയാനിടയായതെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. ഇതിന്റെ നെന്മണികൾ ജീരകത്തെപ്പോലെ ചെറുതാണ്. പുലാവ്, ബിരിയാണി എന്നിവയ്ക്ക് ഏറെ വിശേഷപ്പെട്ട അരിയാണിത്. ചാലിശ്ശേരിയിൽ വിജയിക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും സുഹൃത്തുക്കൾ പ്രോത്സാഹനം നൽകി. ഒടുവിൽ തമിഴ്നാട്ടിൽ നിന്ന് വിത്ത് ശേഖരിച്ച് കൃഷിയിറക്കാൻ തീരുമാനിക്കുകയായിരുന്നെന്ന് രാജേന്ദ്രനും സുജാതയും പറയുന്നു. ഓഗസ്റ്റ് മുതൽ ജനുവരി വരെയാണ് നിളയോരത്തെ പാടങ്ങൾ കൃഷിക്ക് അനുയോജ്യമാവുക. പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി. മൂപ്പ് 125 മുതൽ 135 ദിവസമാണ്. 1 ഏക്കറിന് 1 ടണ്ണാണ് വിളവ് പ്രതീക്ഷിക്കുന്നത്. ഇത് ലഭിച്ചാൽ കൃഷി തുടരുമെന്നും രാജേന്ദ്രൻ പറഞ്ഞു. നാട്ടിലെ വിത്തുകൾ ഉപയോഗിച്ചുള്ള നെൽകൃഷിക്കാണ് ഇവർ പ്രാധാന്യം നൽകി വരുന്നത്. ചിറ്റേനി, തവളക്കണ്ണൻ, തൊണ്ണൂറാൻ, കട്ടമോടൻ, കുട്ടാടൻ, രക്തശാലി ഇവയെല്ലാം മാറി മാറി കൃഷി ചെയ്യാറുണ്ട്. വാഴ, ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറി, മാവ്, പ്ലാവ് എന്നിവയും കൃഷിയും പരീക്ഷിക്കുന്നുണ്ട്. വളക്കൂട്ടുകളും കീടബാധകൾക്കുള്ള ജൈവ പ്രതിരോധ മരുന്നുകളും കൃഷിയിടത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് പതിവ്. കേരള ജൈവ കർഷക സമിതിയിൽ നിന്ന് ലഭിച്ച പരിശീലനവും ഇതിന് മുതൽക്കൂട്ടായി. ചക്കയും മറ്റ് കാർഷിക വിളകളും ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സംരംഭക യൂണിറ്റ് ചക്കക്കൂട്ടം പ്രാപ്തി എന്ന പേരിൽ ചാലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൃഷിഭവൻ, വ്യവസായ വകുപ്പ്, പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവിടങ്ങളിലെ അധികൃതരുടെ നിർദ്ദേശങ്ങളും സഹായകരമാകുന്നുണ്ടെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. CCTV ന്യൂസ്, തൃത്താല. ചാത്തന്നൂർ GHSSലെ 1983-84 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഗുരുവന്ദനത്തിന്റെ ഭാഗമായി ചാത്തന്നൂരിലെ ആദ്യകാല മലയാള അധ്യാപകനും കലാകാരനും സംഗീതജ്ഞനുമായ M. ശിവശങ്കരനെ ആദരിച്ചു. TV ഹരിദാസൻ, PV വാപ്പുട്ടി വിരുട്ടാണം, K. അനിത, VP പ്രീത, CP രവീന്ദ്രൻ എന്നിവർ പെരിങ്ങോട്ടെ വസതിയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിയൂകിൽ മാനത്തു വന്നു, അവളുടെ വാർമൂടി കെട്ടിൽ നിന്നു, മഴവില്ലിൻ തേന്മല വാനിൽ മാരിവെള്ളിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. തളി ANMM UP സ്കൂളിൽ 1980-81 മുതൽ 1986-87 വരെയുള്ള അധ്യയന വർഷങ്ങളിലായി പഠനം പൂർത്തിയാക്കിയവരുടെ കൂട്ടായ്മയായ ഇതളുകളുടെ 2ാമത് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടത്തി. സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പ്രശസ്ത സിനിമാ സംവിധായകൻ റഷീദ് പാലക്കൽ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ചെയർമാൻ ബക്കർ മച്ചാട് അധ്യക്ഷത വഹിച്ചു. സിനിമാ സംഗീത സംവിധായകൻ ശിവരാമൻ നാഗലശ്ശേരി, സിനിമാ നാടക നടൻ വിജയൻ ചാത്തന്നൂർ എന്നിവർ മുഖ്യാതിഥികളായി. കൂട്ടായ്മ സെക്രട്ടറി ഷാജി VS റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാർ കൊടക്കാടത്ത്, സ്കൂൾ പ്രധാന അധ്യാപിക പത്മജ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് സദ്യയും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വൈകിട്ട് കരോക്കെ ഗാനമേളയും ഒരുക്കിയിരുന്നു.
ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.